ഇന്നെനിക്ക് വീണ്ടും അവാർഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ് പാസ്സായതിൻ്റെ. അതിനൊപ്പം തന്നെ ഒരു പേനയും കൂടെ സിഗ്നേച്ചർ ഇങ്ങനൊന്നും അല്ല കേട്ടോ. പേന സിഗ്നേച്ചർ. പിന്നെ ഈ കാണിക്കാൻ പോകുന്ന പേന വന്നിട്ടുണ്ട് എൻ്റെ 10th ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഗിഫ്റ്റ് ചെയ്ത പേനയാണ് അത്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. അതിങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ബോർഡ് എക്സാമിൻ്റെ സമയത്ത് പോലും ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്തൊരു പേനയാണ്. ഇടയ്ക്കെങ്ങാനും ഞാൻ അത് വെച്ചൊന്ന് എഴുതുമെന്നല്ലാണ്ട് ഭയങ്കര റയറായിട്ട് ഉപയോഗിക്കുന്ന പേനയാണ്. എനിക്ക് എന്തോ അത് തീർക്കാൻ തോന്നാറില്ല ഒരു പെൻ. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ ഈ ഒരു മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞാൻ എക്കണോമിക്സ് പഠിക്കാം, മൈക്രോ എക്കണോമിക്സ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് അത് പഠിക്കാനിരിക്കുകയാണ്. എനിക്കെന്തോ മൈക്രോ എക്കണോമിക്സ് ആണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറ് ഈ നൈറ്റ് ടൈമിലൊക്കെ. അപ്പം ഇനി എന്തായാലും ഈ ഒരു ദിവസം കൂടെ നോക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ മൺഡേ ഞാൻ എന്തായാലും അക്കൗണ്ടൻസി മാത്രമേ നോക്കുകയുള്ളൂ. വേറെ സബ്ജക്റ്റ് ഒന്നും നോക്കാൻ ടൈം ഉണ്ടാവില്ല. രാവിലെ ചിലപ്പോൾ ഞാൻ മൈക്രോ എക്കണോമിക്സ് നോക്കും, എന്നാലും നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇത് മാത്രമേ നോക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അക്കൗണ്ടൻസി മാത്രം. പിന്നെ ഇംഗ്ലീഷാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പക്ഷേ ഇംഗ്ലീഷ് ചിലപ്പോഴേ നോക്കുള്ളൂ, അക്കൗണ്ടൻസി ആയിരിക്കും കൂടുതൽ സമയം നോക്കാൻ പോകുന്നത്. എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞിട്ട് ഒരു ഓൾ നൈറ്റർ എല്ലാം ഇട്ടിട്ട് ഇംഗ്ലീഷ് സിലബസ് തീർക്കാമെന്നാണ്. ഇംഗ്ലീഷ് എനിക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഒരു ചാപ്റ്റർ മാത്രം എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കണം. കാരണം അത് അത്യാവശ്യം എനിക്ക് ഒട്ടും അറിയാത്തൊരു ചാപ്റ്ററാണത്. കാരണം ആ സമയത്ത് ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല, എനിക്കൊരു പിടുത്തമില്ല ആ ചാപ്റ്ററിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പർ ലെക്ചർ കേൾക്കണം, പിന്നെ അതൊന്ന് പഠിക്കുകയും കൂടെ വേണം. എനിക്കൊരു ധാരണയില്ലാത്ത ചാപ്റ്റർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രശ്നം. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ വരുവാണെങ്കിൽ എഴുതി വയ്ക്കാൻ പറ്റുമല്ലോ. ഇത് ഒട്ടും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നമാണ്. പിന്നെ ഗ്രാമർ പോർഷനൊക്കെ ഉണ്ട്. റൈറ്റിംഗ് സ്കില്ലാണ് എനിക്ക് ഏറ്റവും പ്രശ്നം. ഇപ്പോൾ ഈ പ്രാവശ്യം ഡിബേറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടോയെന്നും എനിക്കറിയാൻ പാടില്ല. ഡിബേറ്റ് ഒക്കെ ഉണ്ടാവും. ഡിബേറ്റ്, സ്പീച്ച് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ അടുത്താണ് 1.5K കഴിഞ്ഞത്. അപ്പോൾ 1.5K കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.6K ആവാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിലും വീഡിയോസ് കാണുന്ന മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാലേ എനിക്ക് വല്ല ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. 1.6K ആവാനായിട്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബാക്ക് ടു സ്റ്റഡീസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ടോപ്പേഴ്സിൻ്റെ ഒരു ലെക്ചർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് സൈലമായിരുന്നു. സൈലം ഞാൻ നിർത്തിയിട്ടിപ്പോൾ നെക്സ്റ്റ് ടോപ്പേഴ്സ് കാണുകയാണ്. എനിക്ക് സിലബസിലേക്ക് അവർ പഠിപ്പിക്കുന്ന ഒരു ഓർഡറായിട്ട് കൺഫ്യൂഷൻ വരുന്നു. നെക്സ്റ്റ് ടോപ്പേഴ്സിൽ അവർ പഠിപ്പിക്കുന്ന സ്ലൈഡിലുള്ള നോട്ടുള്ള സെയിം സാധനം തന്നെയാണ് എൻ്റെ ഗൈഡിലുള്ളത്. അവർ സ്ലൈഡിൽ ഇട്ടേക്കുന്ന സെയിം നോട്ടാണ് എൻ്റെ ഗൈഡിലുള്ളത്. അപ്പോൾ ആ സെയിം സാധനം തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്, എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കിത് പഠിപ്പിക്കുന്നതും ഇതും സെയിം ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ രണ്ടിലും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ആ സ്ലൈഡിൽ കണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് മനസ്സിലായില്ലെങ്കിലും ഇതിനെ നല്ല രീതിയിൽ ആ ഒരു സംഭവത്തിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഗൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. അത് കാണിച്ചിരുന്ന എക്സാമ്പിൾ തന്നെയാണ് ഗൈഡിലുള്ളതും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് ഗൈഡിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സോണോട്ടായി പോവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടും എൻ്റെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ സംഭവം കുറച്ചുകൂടെ എഴുതുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. എൻ്റെ ഫുൾ ഫോക്കസ് അവിടെ തന്നെ വരാനായിട്ട്. കാരണം പെട്ടെന്ന് സോണോട്ടായി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ട് തന്നെ ഇരുന്ന് പഠിക്കും, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അതായത് എൻ്റെ ശ്രദ്ധ ഒരിടത്തേക്ക് ഇരിക്കില്ല. പല പല കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കി അന്താളിച്ച് അവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോകും. വേണമെങ്കിൽ ആ ഇരിക്കുന്ന ഹൈലൈറ്റേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇരുന്ന് പോകും. അതാണ് എൻ്റെ മെയിൻ പരിപാടി. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പോൾ അക്കൗണ്ടൻസിക്കൊക്കെ കുറേ പ്രോബ്ലം സോൾവിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിന് മനസ്സിലാവുന്നതിന് മുമ്പ് വരെ ഇപ്പോൾ എനിക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ അത് നല്ല കോൺസെൻട്രേഷനൊക്കെ കൊടുത്ത് നല്ല പ്രോപ്പറായിട്ടിരുന്ന് പഠിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എനിക്കത് ചെയ്യാനായിട്ട് കുറച്ച് മടിയുണ്ടാവും. അറിയാവുന്നതല്ലേ എന്നൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ മടിച്ച് 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തരേണ്ട കാര്യം ഞാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും.
അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്കൊന്നും ചെറുതായിട്ട് മനസ്സിലായി തന്നെ ഞാൻ പിന്നെ ലാഗ് അടിക്കാൻ തുടങ്ങും, അക്കൗണ്ടൻസിൽ പ്രത്യേകിച്ച്. എനിക്ക് ഒരു 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കാണ്ട് നമുക്കൊന്നും നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഞാനാണെങ്കിൽ ലാഗ് അടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് ഒന്ന് മാറ്റി മാറ്റി കൊണ്ട് വരുന്നുണ്ട്, എന്നാലും വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നു. അത് ഭയങ്കര ടൈം എടുത്ത് ഇങ്ങനെ സോൾവ് ചെയ്യുന്നത്. ഞാൻ 10 പഠിച്ച മാത്സിലും ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ആവശ്യമില്ലാണ്ട് ടൈം കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ പ്രോബിലിറ്റി, അതൊക്കെ ഭയങ്കര എളുപ്പം ചാപ്റ്റേഴ്സ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഒരു ആവശ്യമില്ലാണ്ട് കുറേ ടൈം കളഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഒരു ആവശ്യമില്ല. എനിക്കിത് അറിയാം. അപ്പോൾ അറിയാവുന്ന സംഭവം തന്നെ നമ്മൾ എന്നാലും പ്രാക്ടീസ് ചെയ്ത് നോക്കണമല്ലോ. പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ കുറേ ടൈം അതിനകത്ത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയും. ചുമ്മാ ഓരോ ചിന്തിച്ചിരിക്കും. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന് തന്നെ 2-3 നേരം വിളിച്ച് നോക്കിയിരിക്കും. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ഇത്. പിന്നെ പിറ്റേ ദിവസം ആണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം സൺഡേ ഞാൻ രാവിലെ എഴുന്നേറ്റതിന് ശേഷം മൈക്രോ എക്കണോമിക്സ് തന്നെ പഠിക്കായിരുന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മൈക്രോ എക്കണോമിക്സ് വെച്ച് നിർത്തി. ഇപ്രാവശ്യം മൈക്രോ എക്കണോമിക്സ് കൊണ്ട് തുടങ്ങി. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഈ അതിനകത്ത് ഞാൻ കുറച്ച് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാണ്. ഞാൻ സൈലോ നെക്സ്റ്റ് ടോപ്പേഴ്സും ഇൻസ്റ്റാൾ ചെയ്തു. ഏത് ബാച്ച് എടുക്കണ്ടേന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷനായി വരും. പക്ഷേ ഇപ്പോൾ ഇന്നലെ വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സൈലമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അത് മാറി, നെക്സ്റ്റ് ടോപ്പേഴ്സ് ആയി. കാരണം കുറച്ചും കൂടി ബെറ്റർ അതാണ്. എൻ്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ അതാണ്. അത്യാവശ്യം രണ്ടിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സിലബസ് വൈസ് നോക്കുമ്പോൾ എനിക്കത് എടുക്കുന്നതാണ് നല്ലത്. ഒരു സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്ത് കിട്ടും. സൈലം എടുക്കുകയാണെങ്കിൽ എനിക്ക് അത് 2 കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നില്ലേ നോക്കേണ്ടത്. 4 സബ്ജക്റ്റ്, എനിക്ക് 5 എണ്ണമാണ് ഉള്ളത്. 4 എണ്ണം നെക്സ്റ്റ് ടോപ്പേഴ്സിൽ കിട്ടും, 2 എണ്ണം സൈലത്തിൽ കിട്ടും. അപ്പോൾ പിന്നെ ഏറ്റവും ബെറ്റർ അതല്ലേ. പിന്നെ ഈ നെക്സ്റ്റ് ടോപ്പേഴ്സിൽ 4 കിട്ടുമെങ്കിലും 5ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, 5ാമത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതായത് ഐ പി ഞാൻ എന്ത് വന്നാലും നെക്സ്റ്റ് ടോപ്പേഴ്സ് വേറെ ഒന്നും നോക്കത്തില്ല, ഞാൻ യൂട്യൂബിൽ ഇരുന്നേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എനിക്ക്. അപ്പോൾ ഇതെല്ലാം മാത്രമുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.